ഹലോ വേൾഡ്, വെൽക്കം ടു ആർട്ടസ് അക്കാദമി. ഈ പ്രോഗ്രാമിംഗ് ലോകത്തേക്ക് വരുന്ന എല്ലാവരും തുടങ്ങുന്നത് ഒരു ഹലോ വേൾഡ് പ്രോഗ്രാമിൽ നിന്നാണ്. കമ്പ്യൂട്ടറിനോട് ഹലോ പറയുന്ന പോലെ ഒരു സിമ്പിൾ സ്റ്റാർട്ട്. പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ ഇതൊരു ട്രഡീഷൻ പോലെയാണ്, ഒരു റൈറ്റ് ഓഫ് പാസേജ്. പക്ഷെ നമ്മളിന്നിവിടെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നില്ല, അത് നമുക്ക് പയ്യെ പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടെർമിനലിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ഹാക്കർ സിനിമയിലൊക്കെ കാണുന്ന ഒരു കറുത്ത സ്ക്രീനില്ലേ, അതാണ് നമ്മുടെ ടെർമിനല്. ഒരു ഡെവലപ്പർ എന്ന നിലയിൽ ഒരു കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മെയിൻ രീതി എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ വെച്ചിട്ടാണ്. കണ്ടാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയും കുറച്ച് സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ്സ് മാത്രമേ അതിനകത്തുള്ളൂ. ഒരു മൗസ് ഉപയോഗിച്ച് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഇന്ററാക്ട് ചെയ്യാനെക്കാട്ടി സ്പീഡിൽ നമുക്ക് ടെർമിനലിലൂടെ തന്നെ ഇന്ററാക്ട് ചെയ്യാം. മാത്രമല്ല, ഒരു സർവർ എൻവയോൺമെന്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടെർമിനൽ വെച്ച് മാത്രമേ നമുക്ക് അവിടെ പറ്റുന്നുള്ളൂ. സോ ഈ ആദ്യത്തെ വീഡിയോയില് ലിനക്സിന് വേണ്ട കുറച്ച് ബേസിക് കമാൻഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ. ഒരു ഫോൾഡർ എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, മൂവ് ചെയ്യാം എന്നുള്ള കുറച്ച് ബേസിക് സാധനങ്ങൾ. ഇത് അറിഞ്ഞിരിക്കുന്നത് ഒരു ഡെവലപ്പർ എന്ന നിലയിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ടെൻഷനൊന്നും അടിക്കണ്ട. ഇറ്റ് വിൽ ബി വെരി ഫൺ ആൻഡ് ഈസി. നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഓരോ കമാൻഡ്സും നോക്കി നോക്കി പോവാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വേൾഡ് ഓഫ് ലിനക്സ് കമാൻഡ്സ്. വിൻഡോസിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടെർമിനൽ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ആൻഡ് ഈ ടെർമിനൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വിൻഡോസ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. വിൻഡോസ് ടെർമിനലിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ടെർമിനൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് സ്ക്രീൻ കിട്ടും. ഇതിനകത്ത് WSL ---- ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു പെർമിഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ചോദിക്കും, അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ആയിക്കോളും. ഇത് ഇച്ചിരി സമയം എടുക്കും, ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പോൾ ഒരു എറർ വന്ന് കാണാം, ദ ഓപ്പറേഷൻ കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ്, ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എറർ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യണമെന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് മെനു ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, അവിടെ വിൻഡോസ് ഫീച്ചേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ് എന്ന് പറഞ്ഞിട്ട്, അതേ കണ്ടില്ലേ? എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോവുക. അപ്പോൾ അവിടെ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് വിൻഡോസ് ഹൈപ്പർവൈസർ പ്ലാറ്റ്ഫോം അതും ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോഴേക്കും ഇത് കുറച്ച് സമയം എടുത്ത് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് റീസ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അതിനുശേഷം കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം ഒന്നുകൂടി വിൻഡോസിൽ പോവുക, ടെർമിനൽ സെർച്ച് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടിയും WSL ---- ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ഒന്നുകൂടിയും നമ്മുടെ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ ഒരു പെർമിഷൻ്റെ ഇഷ്യൂ കാരണമാണ് അത് വരാണ്ടിരുന്നത്. ഇപ്രാവശ്യം അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് ഇൻസ്റ്റാളായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് യൂസർ നെയിം ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഡീഫോൾട്ട് യൂസർ നെയിം മാറ്റി എൻ്റെ പേര് കൊടുക്കുകയാണ്, നിഖിൽ എന്ന് പറഞ്ഞ് എൻ്റെ പേര് കൊടുത്തു. എൻ്റെ പാസ്വേഡ് ചോദിക്കും, ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് വന്നില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ലിനക്സിൽ അങ്ങനെയാണ്, അവിടെ വരുന്നുണ്ട്. എൻ്റെ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം റീടൈപ്പ് പാസ്വേഡ് ചോദിക്കും, അവിടെ ഒന്നുകൂടി സെയിം പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഈ ടെർമിനൽ കിട്ടി. നമ്മളിപ്പോൾ ഉബുണ്ടുവിൻ്റെ ടെർമിനൽ വിൻഡോസിൽ നിന്ന് തുറന്നേക്കാണ്. ഇനി ഇതിങ്ങനെ ശരിക്കും 1 മുതൽ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിസ്റ്റം സ്റ്റാർട്ടായി, ഒന്നുകൂടി സ്റ്റാർട്ട് മെനുവിൽ ടെർമിനൽ ആപ്പ് എടുക്കുക. ഇപ്പോൾ വിൻഡോസ് ടെർമിനലാണ് വന്നത്, ഇനി WSL എന്ന് അടിക്കുക. ഇപ്പോൾ കിട്ടുന്നതാണ് ലിനക്സ് ടെർമിനൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഉബുണ്ടുവിൽ എങ്ങനെയാണ് ടെർമിനൽ തുറക്കണമെന്ന് നോക്കാം. ഉബുണ്ടുവിൽ ഷോ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസ് കാണാം, അതിനകത്ത് ടെർമിനൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇനി അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിലൊരു സെർച്ച് ബാർ ഉണ്ട്, അവിടെ നമുക്ക് ടെർമിനലിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് ടെർമിനൽ ആപ്ലിക്കേഷൻ വരും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഉബുണ്ടുവിലെ ടെർമിനൽ നമുക്ക് തുറക്കാൻ പറ്റും. ഇതാണ് ഉബുണ്ടുവിലെ ടെർമിനൽ. ഇനി ഇതിന് ഷോർട്ട് കട്ട് കൂടി ഉണ്ട്, Ctrl+Alt+T, അത് പ്രസ് ചെയ്താലും നമുക്ക് ടെർമിനൽ തുറക്കാൻ പറ്റും. സോ ഈ കാണുന്നതാണ് ഉബുണ്ടുവിലെ ടെർമിനൽ. ഇതിലാണ് ഇനി ബാക്കി നമ്മൾ ചെയ്യുക. മാക്OSൽ എങ്ങനെയാണ് നമുക്ക് ടെർമിനൽ തുറക്കുന്നത് നോക്കാം. മാക്കിൽ നമ്മുടെ ലോഞ്ച് പാഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അതർ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ടെർമിനൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്OSലെ ടെർമിനൽ കിട്ടും. സോ ഇതാണ് നമ്മുടെ ടെർമിനൽ. ഇനി നമുക്ക് ടെർമിനലിലുള്ള കമാൻഡുകൾ നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് നമ്മൾ ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്നറിയാനുള്ള ഒരു കമാൻഡാണ്. അതിനുപയോഗിക്കുന്ന കമാൻഡാണ് PWD അഥവാ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. അത് കറന്റ് ഏത് ഫോൾഡറാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ടെർമിനലിൽ പോയിട്ട് PWD എന്നടിച്ചതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യാം. കണ്ടില്ലേ,
/home/john എന്നുള്ള പറയുന്ന ഔട്ട്പുട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമ്മൾ ജോൺ എന്ന് പറയുന്ന യൂസറിന്റെ ഹോം ഫോൾഡറിലാണ്. അതായത് ഹോം എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ ജോൺ എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ഫോൾഡറിനുള്ളിൽ ഏതൊക്കെ ഫയലുകളും ഫോൾഡറുകളും ഉണ്ടെന്ന് അറിയാം. അതിനുള്ള ഉപയോഗിക്കുന്ന കമാൻഡാണ് ലിസ്റ്റ് അഥവാ ls എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ നമുക്ക് ടെർമിനലിൽ പോയതിനു ശേഷം ls അടിക്കാം. ഇപ്പോൾ നമുക്ക് വന്നത് 3 പേരുകളാണ്: ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്. ഈ 3 ഫോൾഡറിലാണ് നമ്മളുടെ കറന്റ് ഹോം ഫോൾഡറിന്റെ ഉള്ളിലുള്ളത്. ഇനി നമ്മുടെ ഡൗൺലോഡ്സിന്റെ ഉള്ളിൽ ഏതൊക്കെ ഫയൽസ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ls ൽ സ്പേസ് കൊടുത്തതിന് ശേഷം ആ ഫോൾഡറിന്റെ പേര് കൂടി കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ്സിന്റെ ഉള്ളിൽ ഏതൊക്കെ ഫയലുകളും ഫോൾഡറുകളും ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ന്റെ ഒപ്പം -l എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫയലുകളുടെ പെർമിഷനുകളും സൈസും അറിയാൻ സാധിക്കും. അതായത് നമ്മൾ ടെർമിനലിൽ പോയിട്ട് ls സ്പേസ് -l സ്പേസ് ഡൗൺലോഡ്സ്. ഇപ്പൊ എനിക്ക് ഡൗൺലോഡ്സിൻ്റെതാണ് കാണേണ്ടത്. അപ്പോൾ ഡൗൺലോഡ്സിന്റെ ഉള്ളിലെ ഫയൽസിന്റെ പെർമിഷനും സൈസും അത് എന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഡേറ്റും കൂടിയും കിട്ടും. ഇത് കൂടാണ്ട് ലിനക്സിൽ ഹിഡൻ ഫോൾഡേഴ്സ് ഉണ്ട്. അതായത് പേരിന് മുന്നിൽ ഡോട്ട് വെച്ച് തുടങ്ങുന്ന ഫയലുകളും ഫോൾഡറുകളാണ് ലിനക്സിൽ ഹിഡൻ. അത് കാണണമെന്നുണ്ടെങ്കിൽ ന്റെ ഒപ്പം -a എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ഹോം ഫോൾഡറിന്റെ ഉള്ളിലെ ഹിഡൻ ഫയൽസും ഫോൾഡേഴ്സും കാണാൻ സാധിക്കും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അതായത് ന് ശേഷം -la എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് ആയിട്ടും കിട്ടും, ഹിഡൻ ഫയൽസും കിട്ടും. ഇതേപോലെ ഓപ്ഷൻസും പാത്തും കൂടി ഒരുമിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് ന്. അടുത്തതായി നമുക്ക് ടെർമിനൽ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്ലിയർ, CLEAR. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടെർമിനൽ ഫുള്ള് ആ ഔട്ട്പുട്ട് മാറി കിട്ടും. നമുക്കൊരു പുതിയൊരു ടെർമിനൽ പോലെ കിട്ടും. അതിന് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് Ctrl+L. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ls അടിച്ചു, ഔട്ട്പുട്ട് വന്നു. ഇനി ഇത് ക്ലിയർ ചെയ്യാൻ Ctrl+L ഞെക്കിയാൽ മതി. അപ്പോഴും നമുക്ക് ക്ലിയർ തന്നെ ചെയ്യാൻ പറ്റും. ഇത്രയും നേരമായിട്ട് നമ്മൾ നമ്മുടെ ഹോം ഫോൾഡറിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഒരു ഫോൾഡറിൽ നിന്ന് വേറൊരു ഫോൾഡറിലേക്ക് പോകാനുള്ള കമാൻഡ് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് cd അഥവാ ചേഞ്ച് ഡയറക്ടറി. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ cd സ്പേസ് നമുക്ക് പോകേണ്ട പാത്തും കൂടി അടിക്കുക. ഇപ്പൊ നമുക്ക് ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ cd സ്പേസ് ഡൗൺലോഡ്സ് എന്നും കൂടി അടിക്കുക. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിന്റെ ഉള്ളിലായി. ഇപ്പൊ എന്റെ പ്രോംപ്റ്റിൽ നിന്ന് മനസ്സിലാവും നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിന്റെ ഉള്ളിലാണെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി കമാൻഡ് കൂടി ടൈപ്പ് ചെയ്തിട്ട് ഏത് ഫോൾഡറിലാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് john/downloads എന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഹോം ഫോൾഡറിൽ നിന്ന് മാറി ഡൗൺലോഡ്സ് ഫോൾഡറിന്റെ ഉള്ളിലായി. ഇനി നമ്മൾ ls കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡറിന്റെ ഉള്ളിലതാണ് കാണിക്കുക ബൈ ഡിഫോൾട്ട് ആയിട്ട്. ഇനി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോവുക എന്ന് പറയുന്നത് ലിനക്സിൽ ഡോട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. cd സ്പേസ് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫോൾഡർ പുറകോട്ട് പോയി. ഇനി pwd അടിച്ച് നമുക്കത് ഉറപ്പുവരുത്താം. ഇപ്പോൾ ഞാൻ എന്റെ ഹോം ഫോൾഡറിലേക്ക് തിരിച്ചു വന്നു. ഇത്രയും നേരം നമ്മൾ കമാൻഡുകളും അതിന്റെ ഓപ്ഷനുകളും പഠിച്ചു. ഇനി ഓരോ കമാൻഡുകളും അതിന്റെ മാനുവൽ നോക്കി പഠിക്കാം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് man. അപ്പോൾ ഇപ്പോൾ എനിക്ക് ls കമാൻഡിനെ പറ്റി അറിയണം. അപ്പോൾ ഞാൻ man സ്പേസ് ls അടിക്കുന്നു. അപ്പോൾ എനിക്ക് എന്റെ ഫുൾ സ്ക്രീനിൽ ls കമാൻഡിന്റെ മാനുവൽ കിട്ടും. ഇത് എനിക്ക് ആരോ കീസ് ഉപയോഗിച്ചിട്ട് താഴോട്ടും മേലോട്ടും പോകാൻ സാധിക്കും. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ന്റെ എല്ലാ ഓപ്ഷൻസും എല്ലാ മാനുവലും. ഇത് ls എഴുതിയ ഡെവലപ്പർ എഴുതിയ സാധനമാണ്. അപ്പൊ അതിൽ നിന്ന് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും. നമുക്ക് വായിക്കാൻ ഡൗട്ട് വരുമ്പോഴോ എന്ത് വരുമ്പോഴോ നമുക്ക് അതിന്റെ മാനുവൽ ഉപയോഗിച്ചിട്ട് ഏത് കമാൻഡിന്റെ മാനുവലും നോക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ Q പ്രസ് ചെയ്താൽ മതി. ഇത്രയും നേരം നമ്മൾ ഫയലിന്റെ ഫോൾഡറിന്റെ ഉള്ളിലും പോകാനും കാണാനും പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഫയൽ ഉണ്ടാക്കുക എന്ന് പഠിക്കാം. ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കറന്റ് ഫോൾഡറിലെ നമുക്ക് ഫയൽസ് ലിസ്റ്റ് ചെയ്യാം. ഇപ്പം 3 ഫോൾഡറാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാനുള്ള കമാൻഡ് അതാണ് mkdir അഥവാ മേക്ക് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ mkdir എന്ന് പറയുന്ന കമാൻഡിന്റെ ഒപ്പം നമുക്ക് ഏത് ഫോൾഡറാണ് ഉണ്ടാക്കുക എന്ന് പറയണം. ഇപ്പൊ എനിക്കൊരു പ്രൊജക്ട് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കണം. അപ്പോൾ mkdir പ്രൊജക്ട് എന്ന് എൻ്റർ അടിക്കുക. ഇനി ls ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടി ഉണ്ടായി. ഇനി എനിക്കൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കണം, ഒരു ഫയൽ ഉണ്ടാക്കണം. പ്രൊജക്റ്റിന്റെ ഉള്ളിൽ എനിക്കിപ്പോൾ hello.html എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടാക്കണം. ആദ്യം തന്നെ ഞാൻ cd ടൈപ്പ് ചെയ്ത് പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിൽ പോകും. ഇനി ലിനക്സിൽ ടാബ് കംപ്ലീഷൻ എന്ന് പറയുന്നുണ്ട്. എനിക്ക് എല്ലാ പ്രാവശ്യം മൊത്തം പേര് അടിക്കേണ്ട ആവശ്യമില്ല.
PRO എന്നടിച്ചിട്ട് ഒരു പ്രാവശ്യം ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെർമിനൽ അത് കംപ്ലീറ്റ് ചെയ്ത് തരും. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിലായി. വേണമെങ്കിൽ PWD ടൈപ്പ് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ഉണ്ടാക്കണം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ടച്ച്. അപ്പോൾ ടച്ച് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുക. എന്നെനിക്ക് hello.html എന്ന് പറയുന്ന ഫയൽ ഉണ്ടാക്കണം. എന്നിട്ട് ls അടിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കാണാം ഞാൻ പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിൽ ഞാനിപ്പോൾ hello.html എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളൊരു empty ഫയലാണ് ഉണ്ടാക്കിയത്, അതായത് hello.html. ഇനി അതിന്റെ ഔട്ട്പുട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന കമാൻഡാണ് cat സ്പേസ് നമ്മളുടെ hello.html ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ഔട്ട്പുട്ടും വന്നില്ല, അതായത് hello.html ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട് ലിനക്സിൽ, നാനോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നാനോ ടൈപ്പ് ചെയ്തതിന് ശേഷം hello.html അടിക്കുക. അപ്പോൾ ഇതിപ്പോ നാനോയിൽ തുറന്നു. hello.html കറന്റ് ഒന്നുമില്ല. എന്നിട്ട് ഞാനിപ്പോ ഒരു കണ്ടന്റ് അടിക്കുകയാണ് നമ്മളുടെ HTML വെച്ചിട്ട് h1 hello world എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഇത് സാധാ പോലെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ പോലെ ആരോ മാർക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, ബാക്ക് സ്പേസ് അടിക്കാം, എഡിറ്റ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാം. ഇനി ശേഷം സേവ് ചെയ്യാറാവുമ്പോൾ നമ്മൾ Ctrl+X പ്രസ് ചെയ്യുക. Ctrl+X പ്രസ് ചെയ്യുമ്പോൾ അത് ചോദിക്കും സേവ് മോഡിഫൈഡ് ബഫർ എന്ന്. അപ്പോൾ നമ്മൾ Y പ്രസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളുടെ പുതിയ കണ്ടന്റ് hello.html സേവ് ആയി. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒന്നും കൂടി നമുക്ക് cat പ്രസ് ചെയ്യാം. നേരത്തെ അടിച്ച കമാൻഡ് നമുക്ക് പിന്നെയും ടൈപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് അപ്പ് ആരോ പ്രസ് ചെയ്തിട്ട് നേരത്തെ അടിച്ച കമാൻഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇപ്പൊ cat hello.html ഞാൻ ഒന്നും കൂടി ഔട്ട്പുട്ട് അടിച്ചു. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ hello.html കണ്ടന്റ് മാറി, ഇപ്പോ ഹലോ വേൾഡ് എന്ന് വന്നു. അടുത്തതായിട്ട് നമുക്ക് ഫയൽസ് കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനുള്ള കമാൻഡ്സ് നോക്കാം. കോപ്പി ചെയ്യാനുള്ള കമാൻഡാണ് CP അഥവാ കോപ്പി കമാൻഡ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ 2 ആർഗ്യുമെന്റ്സ് കൊടുക്കണം. അതായത് ഏത് ഫയലാണ് കോപ്പി ചെയ്യുന്നത് ആൻഡ് പുതിയ ഫയലിന്റെ പേര്, അതായത് കോപ്പി ചെയ്ത് വരുന്ന പുതിയ ഫയലിന്റെ പേര്. അപ്പോൾ നമുക്ക് ടെർമിനലിൽ പോവാം. CP ഞാൻ hello.html നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ, അത് new.html എന്ന് പറയുന്ന ഒരു പുതിയ ഫയലിലേക്ക് കോപ്പി ചെയ്യാണ്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ കോപ്പിയായി. ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ls കമാൻഡ് അടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് new.html ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. ഇനി നേരത്തെ ഹലോയുടെ അതേ കോപ്പിയാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് cat new.html അടിക്കാം. അപ്പൊ കാണാം നേരത്തെ hello.html അതേ കണ്ടന്റ്സ് ആണ് നമുക്കിപ്പോ new.html ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മൂവ് കമാൻഡ് നോക്കാം. മൂവ് ചെയ്യാനും റീനെയിം ചെയ്യാനും ലിനക്സിൽ മൂവ് അഥവാ MV എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുക. അപ്പോൾ MVക്കും 2 ആർഗ്യുമെന്റ്സ് വേണം, അതായത് ഏത് ഫയലാണ് മൂവ് ചെയ്യണത് ആൻഡ് അതിന്റെ പുതിയ പേര് അല്ലെങ്കിൽ പുതിയ ലൊക്കേഷൻ. അപ്പോൾ MV സ്പേസ് new.html ഞാൻ അതിനെ old.html എന്നുള്ള ലൊക്കേഷനിലേക്കാണ് മാറ്റുന്നത്. ഇപ്പോൾ ബേസിക്കലി ഒരു റീനെയിം ആണ് നടന്നത്. നമ്മൾ new.html old.html ആക്കി. ഇപ്പോൾ ls അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാം നേരത്തെ new.html ഇല്ല, old.html മാത്രമേ ഉള്ളൂ. അപ്പൊ cat old.html അടിച്ചാലും നമുക്ക് ഹലോ വേൾഡ് പിന്നെയും കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് മൂവ് ചെയ്യുന്നത് അതിപ്പോൾ റീനെയിം ചെയ്യുന്ന പോലെ നടന്നുള്ളൂ. ഇനി നമുക്ക് എനിക്ക് MV old.html എനിക്ക് നമ്മുടെ ഹോം ഫോൾഡറിലോട്ട് മാറ്റണം. അപ്പോൾ മുന്നത്തെ ഫോൾഡറിലേക്ക് മാറ്റണം. അപ്പോൾ അതിലേക്ക് // കൊടുക്കാം. അപ്പോൾ മുന്നത്തെ ഫോൾഡറിലേക്ക് old.html മാറ്റുക എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇപ്പോൾ നമ്മൾ ls അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണില്ല. ഇനി ls-ന്റെ ഒപ്പം നമുക്ക് നമ്മളുടെ മുന്നത്തെ ഫോൾഡർ കാണണം എന്ന് കൊടുക്കുക. അപ്പൊ ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ old.html ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്കിനി എങ്ങനെ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കമാൻഡ് നോക്കാം. അതിനുള്ള കമാൻഡാണ് rm അഥവാ റിമൂവ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ നമുക്ക് rm കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫയൽ നെയിം കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫോൾഡറിൽ ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. നമുക്കിപ്പോൾ hello.html മാത്രമേ പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ഞാൻ rm സ്പേസ് ഹലോ ഞാൻ ടാബ് കംപ്ലീഷൻ ഉപയോഗിച്ചു. അപ്പൊ rm hello.html എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നുമില്ല. ഇനി ഒന്നുകൂടി ls അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ hello.html ഇപ്പൊ പ്രൊജക്ടിന്റെ ഉള്ളിലില്ല. അപ്പോൾ rm ഉപയോഗിച്ച് നമുക്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ എനിക്ക് ആ പ്രൊജക്ട് ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹോം ഫോൾഡറിലോട്ട് പോകണം. അപ്പൊ CD നമ്മൾ ഒരു ആർഗ്യുമെന്റ് ഇല്ലാണ്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഹോം ഫോൾഡറിലേക്കാണ് പോവുക. നമ്മൾ PWD അടിച്ചു നോക്കുമ്പോൾ കണ്ടില്ലേ എൻ്റെ ഹോം ഫോൾഡറിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ls അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ old.html ഉണ്ട്, പ്രൊജക്റ്റും ഉണ്ട്. ഞാൻ എൻ്റെ പ്രൊജക്ട് ഫോൾഡറാണ് ഇനി ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ rm പ്രൊജക്റ്റ് എന്ന് അടിച്ചു നോക്കാം. പക്ഷേ
അപ്പൊ അത് പറയാണ് അതൊരു ഡയറക്ടറിയാണ്, അതിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഡയറക്ടറീസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് -R എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം. -R കൊടുക്കുക, എന്നിട്ട് പ്രൊജക്റ്റ് അടിക്കുക. ഇപ്പൊ നമ്മളുടെ ഇത് ഡിലീറ്റ് ആയി. ഇനി LS അടിച്ചു നോക്കി കാണാം, നമ്മളുടെ പ്രൊജക്ട് ഡയറക്ടറി ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ച ബേസിക് ലിനക്സ് കമാൻഡ്സ്. PWD, LS, ക്ലിയർ, മാൻ, CD, MKDIR, ടച്ച്, കാറ്റ്, നാനോ, CP, MV ആൻഡ് RM. ഒരു ഡെവലപ്പറിൻ്റെ ഡെയിലി ലൈഫിൽ ഈ കമാൻഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി പലതവണ ഈ കമാൻഡ്സ് ടെർമിനലിൽ അടിച്ചു നോക്കാനുള്ളതാണ്. GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് മൗസ് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിയും വളരെയധികം സ്പീഡിൽ എന്ത് കാര്യവും നമുക്ക് ടെർമിനൽ കമാൻഡ്സിലൂടെ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് ജേർണിയുടെ ഒരു ഫൗണ്ടേഷനാണ്. ആൻഡ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ബാക്കി എല്ലാം നമുക്ക് ഈസി ആയിട്ട് തോന്നും. എൻ്റെ ഒരു സജഷൻ, നിങ്ങളിന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടെർമിനൽ തുറക്കുക, ഇന്ന് പഠിച്ച കമാൻഡ്സ് പലതവണ ട്രൈ ചെയ്യുക, ഫോൾഡേഴ്സ് പലതവണ ക്രിയേറ്റ് ചെയ്യുക, ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, മൂവ് ചെയ്യുക, കോപ്പി ചെയ്യുക, അങ്ങനത്തെ. ആൻഡ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ഈ കമാൻഡ്സുകൾ ഈസി ആയിട്ട് തോന്നും. അടുത്ത വീഡിയോ മുതൽ നമുക്ക് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സുകൾ ചെയ്യാം. അതായത് ഒരു ഫയലിൻ്റെ പെർമിഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ പലതും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അടുത്ത വീഡിയോയുടെ ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതെല്ലാം നോക്കുന്നുണ്ടാവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാത്രമല്ല ആർട്ടിസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ, ദിസ് ഇസ് നിഖിൽ സൈനിങ് ഓഫ്. ഹാപ്പി കോഡിംഗ്.